പാലക്കാട് നഗരസഭ BJP ഭരിക്കുകയും ഈ സംസ്ഥാനത്ത് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന എ ക്ലാസ് മണ്ഡലം എന്ന നിലയിൽ BJPയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്ന മണ്ഡലത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഈ ശ്രീധരനെ പോലെ സമ്മതനായ ഒരു സ്ഥാനാർത്ഥി BJPക്ക്, അതായത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കാവുന്ന, ഏറ്റവും BJPക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന തെരഞ്ഞെടുപ്പായിരുന്നു, മത്സരമായിരുന്നു കഴിഞ്ഞ തവണ നടന്നത്. അവിടെ BJPക്ക് വിജയിക്കാൻ കഴിയാതെ പോയപ്പോൾ നിങ്ങൾ കണ്ടെത്തിയത് ഒരു ക്രോസ് വോട്ടിലൂടെ ഷാഫി പറമ്പിലിനെ വിജയം നേടാൻ കഴിഞ്ഞു, അതിൽ CPM സഹായിച്ചു എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ അതേ സാഹചര്യത്തിൽ വീണ്ടും പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP നേരിടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആക്ഷേപം CPMുമായി സന്ധി ചേർന്നിരിക്കുന്നു. ഒറ്റ കൂട്ടുകെട്ടിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നാണ്. ഈ ആരോപണത്തിന് ശക്തി പകർന്നതാകട്ടെ നിങ്ങളുടെ ക്യാമ്പിൽ ഇന്നലെ വരെ സംഘപരിവാർ ആശയങ്ങൾക്ക് വേണ്ടി നിന്നിരുന്ന, നിങ്ങളുടെ കൊടി പിടിച്ചിരുന്ന സന്ദീപ് വാര്യർ തന്നെ പരസ്യമായി അത് പറഞ്ഞതിലൂടെയാണ്. BJPയുടെ വിജയക്കുതിപ്പിന് പ്രതിരോധത്തിലാക്കുന്നുണ്ടോ ഈ ആരോപണങ്ങൾ? ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കില്ലേ? അല്ല, വിജയക്കുതിപ്പിന് എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? CPMനുള്ള വോട്ടിൻ്റെ അവരുമായിട്ട് ഞങ്ങൾ സഖ്യത്തിലാണെന്ന് ഞങ്ങളുടെ പാർട്ടി വിട്ടുപോയ ആൾ പറയുകയാണെങ്കിൽ പിന്നെ വിജയക്കുതിപ്പിന് ആക്കം കൂടുകയല്ലേ ഉള്ളൂ. അവരുടെ കുറേ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾ ജയിക്കുമല്ലോ. ഇതാരാ ഈ ആരോപണം ഉന്നയിക്കുന്നത്? പരാജയം മണക്കുന്നവരെ ആണ് ഈ ആരോപണമൊക്കെ ഉന്നയിക്കുന്നത്, അല്ലാത്തവരാരും ആരോപണം ഉന്നയിക്കുന്നില്ല. പിന്നെ വലിയ മേനി പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഞങ്ങളാണ് ജയിച്ചതെന്ന് ജിൻഡോ പറയണ്ടല്ലോ. ജിൻഡോ കഴിഞ്ഞ പ്രാവശ്യം ആര് വോട്ട് ചെയ്താൽ ജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതായത് താമര വിരിയാതിരിക്കാൻ, കേരളത്തിൽ താമര വിരിയാതിരിക്കാൻ CPM നിങ്ങളെ സഹായിച്ചു എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അന്ന് ഷാഫി ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകടനം നടത്തിയതും ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തു നോക്ക്. CPM ഹാൻഡിലുകളിൽ മുഴുവൻ ഷാഫിയുടെ ഒരു വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരളം മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഷാഫി ജയിച്ചാൽ മതിയായിരുന്നു എന്നാണ് അവിടുത്തെ CPM ആളുകളുടെ, കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ആഗ്രഹം. അതിന് മതിയായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ വലിയ കാര്യമൊന്നും പറയണ്ട. ഞങ്ങൾ പറയുന്നത് ഈ പ്രാവശ്യം എങ്ങനെ വന്നാലും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെയും ഗ്രാമപഞ്ചായത്തുകളിലെയൊക്കെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിൽ നിങ്ങൾ രണ്ട് മുന്നണികളും കൂടെ ചേർന്നിട്ട്, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ രണ്ട് മുന്നണിയും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള പ്രമേയങ്ങൾ ഏതൊക്കെയാണ്? മദനിക്ക് വേണ്ടിയുള്ള പ്രമേയം, CAAക്ക് വേണ്ടിയുള്ള പ്രമേയം, അതുപോലെ മുനമ്പത്തിന് വേണ്ടി വഖഫ് ബില്ലിനെതിരെയുള്ള പ്രമേയം. നിങ്ങളുള്ള ഒറ്റക്കെട്ട്. നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയ രാജസ്ഥാനിൽ ചെന്ന് കോൺഗ്രസ് CPMന് സീറ്റ് കൊടുക്കുന്നു, ജയിപ്പിക്കുന്നു. തമിഴ്നാട്ടിൽ പോകുന്നു, സീറ്റ് കൊടുക്കുന്നു, ജയിപ്പിക്കുന്നു. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെന്ന് ഡൽഹി ചെന്നിട്ട് രാഹുൽ ഗാന്ധി സിന്ദാബാദ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് വെറുതെ തർക്കം പറയുക, ഞങ്ങളും അവരുമായിട്ട് ബന്ധമാണ്, ഇവർ പറയാണ് ഞങ്ങൾ കോൺഗ്രസുമായിട്ട് ബന്ധമാണ്. ഈ ബന്ധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ പരാജയം മണത്തു. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ സുനിശ്ചിതമായ ഒരു വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് വിരൽ പിടിച്ചിട്ടാണ് നിങ്ങൾ ഈ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത്. നിങ്ങൾ ഓരോ വിഷയത്തിലും നിങ്ങളെടുത്ത നിലപാടുകൾ പറ. നിങ്ങൾ ഇന്ന് K. സുരേന്ദ്രൻ വരെ പറഞ്ഞല്ലോ, SDPI ഭീകര സംഘടന, തീവ്രവാദി സംഘടനകളുടെ വോട്ട് വേണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. സമ്മതിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തീവ്രവാദി സംഘടനയാണോ? അവരെ രാഷ്ട്രീയ പാർട്ടി തീവ്രവാദി സംഘടനയാണോ? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയട്ടെ. എന്നിട്ട് അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയട്ടെ. അത് പറയില്ലല്ലോ. ഇങ്ങനെ വെറുതെ അങ്ങ് അടിച്ചു പോകില്ലേ തീവ്രവാദി സംഘടനകളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദി സംഘടനയാണ്, ആ സംഘടന നിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. ആ SDPI നിങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ നിങ്ങൾ വേണ്ട എന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെ കാര്യം പറഞ്ഞെന്തിനാ? ഞാൻ 5 കൊല്ലം മുമ്പ് പറഞ്ഞതല്ലേ എന്ന് പറയുന്നത്. നിങ്ങൾ തൃക്കാക്കര പറഞ്ഞാണല്ലോ ഞങ്ങൾക്കത് വേണ്ടെന്ന്, ആ പിന്തുണ വേണ്ടെന്ന്, ഈ SDPI പോലുള്ള സംഘടനകളുടെ പിന്തുണ വേണ്ടെന്ന്. ഇപ്പം എന്താ ഒന്നും മിണ്ടാത്ത? നിങ്ങൾ ഇവരെല്ലാവരുമായിട്ട് ബന്ധത്തിലാണ്. ജമാഅത്ത് ഇസ്ലാമി പിന്തുണ നൽകിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാ തീവ്രവാദി സംഘടനകളും നിങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്.
ആ പിന്തുണയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം പറയില്ല, വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഈ നാട്ടിൽ നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ മറന്ന് നിങ്ങൾ ഒരു വിഭാഗത്തേക്ക് മാറി നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരാൾ വന്നാൽ ആ ആളെ പാണക്കാട് കൊണ്ടുപോയി ആദ്യം അവിടെ കൊണ്ട് കാണിക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടെയല്ല, അത് മാത്രമല്ലല്ലോ മതമേലധ്യക്ഷന്മാരായിട്ടോ ആത്മീയ നേതാക്കന്മാരായിട്ട് കേരളത്തിലുള്ളത് വേറെ ഉണ്ടല്ലോ, തട്ടിൽ പിതാവുണ്ടല്ലോ, അതുപോലെ പക്ഷേ ശ്രീ ജിജി ജോസഫ്, ഈ ആരോപണങ്ങൾക്കൊക്കെ പിൻബലം, ഈ ആരോപണങ്ങൾക്കൊക്കെ ബലം കൊടുത്തത് സന്ദീപ് വാര്യർ നിങ്ങളുടെ പാളയത്ത് നിന്ന് പോയ ആളാണ്. സന്ദീപ് വാര്യർ ചോദിക്കുന്നതാണ്, ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെ? UAPA പ്രകാരം ചുമത്തപ്പെട്ട ഒരു കേസിൽ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയത് എങ്ങനെ? ബലിദാനികൾക്കൊപ്പം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന ശീലം സംഘപരിവാർ സംഘടനകൾക്ക് എന്നു മുതൽ ഉണ്ടായി? BJP CPM അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ പാർട്ടി വിട്ടത്. ഇങ്ങനെയൊക്കെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്നലെ വരെ സംഘപരിവാർ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ശബ്ദിച്ച സന്ദീപ് വാര്യറാണ്. അല്ല, ഈ പാർട്ടി വിടുന്നവരെല്ലാവരും എന്തെങ്കിലും പറയണ്ടേ? ഒന്നും പറയാതെ അങ്ങ് പോകാൻ പറ്റുമോ? അവിടെ ചെന്ന് മുഴുവൻ മൈക്കുകളും ഫ്രണ്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും പറയണം. അവിടെ ആർക്കൊക്കെയാണ് ജാമ്യം കിട്ടിയത്? ആ നേരിട്ട് പങ്കാളിത്തമില്ലാത്ത ചായ മേടിച്ച് കൊടുത്തവനും അറിയാതെ സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോയവനും ഒക്കെയാണ് ജാമ്യം കിട്ടിയത്. ബാക്കി എല്ലാവരും അകത്താണ് സാർ. സന്ദീപിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പല കാര്യങ്ങളും പറയും. ഒരാൾ പാർട്ടി വിടുമ്പോൾ പല കാര്യങ്ങളും പറയണം. സന്ദീപ് ആദ്യം പറഞ്ഞെന്താ, എനിക്ക് കസേര കിട്ടിയില്ല. രണ്ടാമത് പറഞ്ഞെന്താ, സുരേന്ദ്രേട്ടൻ മഹാനാണ്, മറ്റേ രണ്ടുപേര് മഹാവൃത്തികെട്ടവരാണ്. ശരി, അത് കഴിഞ്ഞ് സുരേന്ദ്രേട്ടൻ അങ്ങേയറ്റത്തെ കുഴപ്പക്കാരനായി മാറി. പിന്നീട് ഇപ്പോൾ PK കൃഷ്ണദാസും MT രമേശും AN രാധാകൃഷ്ണനും എല്ലാവരും ധൈര്യമില്ലാത്തവരായി. എൻ്റെ പൊന്നു സാർ, ഈ പാർട്ടിയിൽ ആളുകൾ നിൽക്കുന്നത് പ്രചാരകന്മാരെ കുറിച്ചറിയോ? അവർ വിവാഹ ജീവിതം ഇല്ലാത്തവരാണ് ഈ സംഘടനയ്ക്കകത്തുള്ളത്. P പരമേശ്വർജി, R ഹരിയേട്ടൻ, സേതുവേട്ടൻ, PP മുന്തേട്ടൻ, പിന്നെ ഗോപാലകൃഷ്ണൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ടെന്നേ, ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഈ വെളിച്ചത്തിലൊന്നും ഒരിക്കലും വന്നിരുന്നിട്ടില്ലെന്നേ. അങ്ങനത്തെ ഒരു നയിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനമാണ് ഇത്. ആ പ്രസ്ഥാനത്തിൽ എനിക്കൊരു കസേര കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇറങ്ങി ഓടിപ്പോകുന്നവരുടെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങനെ ഇറങ്ങി പോകാനാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇറങ്ങിപ്പോകാനുള്ളൂ. ഇവരൊന്നും ഇറങ്ങിപ്പോയില്ല. ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവരാ, തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടേയില്ല. ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി, ഈ ആശയത്തിന്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവരുടെ മുഴുവൻ ജീവിതവും ഈ പാർട്ടിക്ക് വേണ്ടി, ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുക. അവരെ കണ്ടിട്ടാണ്, ആ ആദർശത്തിന്റെയും അവർ മുന്നോട്ട് പോയതിന്റെ പിൻപറ്റിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്.